കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 153-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വരികയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 14-15 അധ്യായങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, വാക്കിംഗ് ഇൻ ക്രിസ്ത്യൻ ലവ് എന്നൊരു തീമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 14-15 അധ്യായങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുഖവരയായിട്ട് ആമുഖമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. നേരെ ജമ്പിങ് ഇൻ ടു ദ സബ്ജക്ട്, വിഷയത്തിലേക്ക് വരികയാണ്. 14-ാം അധ്യായം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ഒരു പ്രധാന തീമായിരുന്നു: സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുക. ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്താണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയായത്. പ്രധാനമായും ദൈനംദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നതും എന്നാൽ തിരുവെഴുത്തുകളിൽ പ്രതിപാദിച്ചിട്ടില്ലാത്തതുമായ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്കൊന്ന് ഓടിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. പല കാര്യങ്ങളും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ് നമ്മളതിനൊന്ന് ഓടിച്ച് ചിന്തിച്ചു. എന്നാൽ ഇന്ന് അല്പസമയം കൂടി അവിടെ നിന്ന് ചില വിഷയങ്ങൾ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് 15-ാം അധ്യായത്തിലേക്ക് കയറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച പ്രധാനമായ 2 വിഷയങ്ങൾ: ഒന്ന് ഭക്ഷണക്രമം, 2 ദിവസങ്ങൾ. ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേന് ഭക്ഷണം എന്ത് കഴിക്കാം, എവിടെ കഴിക്കാം, എപ്പോഴൊക്കെ കഴിക്കാം, ഏതൊക്കെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെയുള്ള വിഷയത്തിലുള്ള കൺഫ്യൂഷൻസ്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ടച്ച് ചെയ്ത് വിട്ടു. എന്നാൽ ഇന്ന് ഞാൻ അല്പം കൂടെ അതിനെ ഓപ്പൺ ആക്കും. രണ്ടാമത് ദിവസങ്ങൾ, അതായത് പ്രത്യേക ദിവസങ്ങൾ, സ്പെഷ്യൽ ഡേയ്സ്, ഹോളിഡേയ്സ്, സേക്രഡ് ഡേയ്സ്. ഈ ദിവസത്തിനൊക്കെ എന്താണ് പ്രത്യേകത, ഇതിനെയൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ കാണണം, ഈ വിഷയം നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 14-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പറയുന്നത്. 14-14 യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വളരെ ക്ലിയർ ആയി ഇവിടെ പറയാണ്, ഒരു ഭക്ഷണവും സ്വതവേ മലിനമല്ല. ഏത് ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം സ്വതവേ ഒരു മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഈ കൃപായുഗത്തിൽ നമുക്ക് ഒരാഹാരവും പൊതുവെ ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കരുത്, ചിലതൊക്കെ മലിനമാണ്, ചിലതൊക്കെ അൺക്ലീൻ ഫുഡാണ്, അതിൽ തൊടാൻ പാടില്ല, അങ്ങനെയുള്ളത് കഴിക്കരുത് എന്നൊരു വിലക്കില്ല. ഇവിടെ ഒന്നും തന്നെ ഈ കൃപായുഗത്തിൽ ഒരു ആഹാരവും സ്വതവേ മലിനമല്ല. നമുക്കറിയാം, ഒരു കാലത്ത് പല ആഹാരങ്ങളും മലിനമായിരുന്നു, അശുദ്ധമായിരുന്നു, ക്ലീൻ ഫുഡ് ആൻഡ് അൺക്ലീൻ ഫുഡ്. എന്നാൽ ഇന്ന് കൃപായുഗമാണ്. ഇവിടെ യഹൂദനെന്നും ജാതികളെന്നും ഒരു വ്യത്യാസമില്ല. ഇവിടെ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ആ ഒരു സംഗതി ഈ കൃപായുഗത്തിൽ നിറഞ്ഞു നിൽക്കുക. കർത്താവിന്റെ കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗം, അതിൽ കൂടി സകല മാനവരാശിയും വീണ്ടെടുക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവിക ഇടപെടൽ ഉണ്ടായിരിക്കുക കർത്താവിന്റെ കാൽവറി എന്ന് പറയുന്നത്. അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും കുറയ്ക്കാൻ ഈ ലോകത്തിലെ മറ്റൊരു സംഗതിക്കും കഴിയത്തില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുക. അതുകൊണ്ട് തന്നെ ക്രൂശിന്റെ മുന്നിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിഷ്പ്രഭമായി പോവുക. ഇന്നത് കഴിച്ചാൽ നമ്മുടെ രക്ഷ നഷ്ടമായി പോയി, ഇന്നതൊക്കെ നമുക്ക് കഴിക്കാമോ, അത് കഴിക്കാം, ഈ ലോകത്തിൽ ഇന്നത് ചെയ്യാം, അങ്ങനെ ഒരു സംഗതിയില്ല. ലോകത്തെ ദൈവം വീണ്ടെടുത്തിരിക്കുക, നമുക്ക് അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. ഇവിടെ യാതൊരു ഭക്ഷണമാകട്ടെ, ദിവസങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, സമ്പ്രദായങ്ങളാകട്ടെ, യാതൊന്നും തന്നെ അതിനെ യേശത്തില്ല. അത്ര പവർഫുൾ ആയിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നിടത്ത് വേറെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ലൈറ്റ് കത്തിച്ച് കഴിയുക എന്നൊക്കെ പറയുന്ന മാതിരി ചെറിയ കാര്യങ്ങൾ അതിന്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോകും. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഫുഡിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഡയറ്ററി ലോ. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഡയറ്ററി ലോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും കാലാകാലങ്ങളിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാനായിട്ടിടയായി. അതിന്റെ റെഫറൻസ് ഒക്കെ കാണിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ആദാമിന്റെ കാലത്ത് ഫ്രൂട്ട്സും നട്ട്സും കഴിക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞിരുന്നത്. നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്
ഈ എന്താ പറയുന്നത്, അതല്ലാതെ വേറൊന്നും കഴിക്കാൻ നമുക്ക് നിയമമില്ലായിരുന്നു. ഏകദേശം 1000 വർഷം കഴിഞ്ഞ് നോഹ വന്നു. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി. ആ പ്രളയം കഴിഞ്ഞിട്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന കൽപ്പന പ്രകാരം എവറിത്തിങ് അണ്ടർ ദ സൺ, സൂര്യന്റെ കീഴിൽ ചരിക്കുന്ന എല്ലാ സംഗതികളും, ഭൂചര ജന്തുക്കളെ എല്ലാം നിങ്ങൾക്ക് കഴിക്കാം എന്നൊരു നിയമം ദൈവം അവർക്ക് കൊടുത്തു. പിന്നെ ഒരു 1600 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് മോശെ വഴി ന്യായപ്രമാണം കൊടുക്കുന്ന കാലമായപ്പോൾ ലേവ്യ പുസ്തകത്തിൽ എല്ലാം കഴിക്കാൻ വരട്ടെ, അതിൽ ചിലതൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഫുഡുണ്ട്, ചിലത് അൺക്ലീൻ ആണ്, അതിനെ വേർതിരിക്കണം, അൺക്ലീൻ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ലിസ്റ്റ് കൊടുത്തിരിക്കുക. അവിടെ തന്നെ അവർക്ക് അക്ലീൻ ഫുഡ് ആൻഡ് അൺക്ലീൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭൂചര ജന്തുക്കളും കഴിക്കാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിരിക്കുക. അതും കഴിഞ്ഞൊരു 1400 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് കർത്താവ് ലോകത്തിൽ വന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഒക്കെ കാലമായി. ആ സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, എവറിത്തിങ് വിത്ത് പ്രയർ യു ക്യാൻ ഈറ്റ്. എല്ലാ സംഗതികളും കഴിക്കാം, പക്ഷെ പ്രാർത്ഥനയോട് അതിനെ പ്രാർത്ഥിച്ച് ശുദ്ധീകരിച്ച് കഴിക്കാൻ പറയുക. ഇതാണ് ആഹാരത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ, ഡയറ്ററി ലോയോടുള്ള ബന്ധത്തിൽ തന്നെ 4 പ്രാവശ്യം കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഉൽപ്പത്തി മുതൽ പൗലൈൻ എപ്പിസ്റ്റൽ വരെ വന്നു കഴിഞ്ഞപ്പോഴത്തെ തന്നെ. ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇതോട് കണക്റ്റഡ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതായത് പലരും പറയാറുണ്ട്, നമ്മുടെ ദൈവം അനന്യനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, അതുകൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമില്ല, അതല്ലാതെ വേറൊരു കാര്യം മാറ്റി മാറ്റി പറയത്തില്ല എന്നൊക്കെ. ദൈവം അനന്യനാണ് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്, അതൊരു വാസ്തവമാണ്. പക്ഷെങ്കിൽ ദൈവം അനന്യനായിരിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആദാമിന്റെ കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമല്ല നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്നത്. കാര്യം ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവം പല കാര്യങ്ങളിലും ഏദൻ തോട്ടം മുതൽ പ്രോമിസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ദൈവം മനുഷ്യന് നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ദൈവം മനുഷ്യനുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അതായത് ഏദൻ തോട്ടത്തിൽ വാഗ്ദത്തം ചെയ്തിരുന്ന മശിഹ ലോകത്തിൽ വന്നിരിക്കുക. ആ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇവിടെ ഒരു പ്രായശ്ചിത്ത യാഗം ദൈവം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന ആ പദ്ധതി ഇവിടെ നിറവേറിയിരിക്കുക. അതിനുശേഷം പരിശുദ്ധ ആത്മാവൻ ദൈവത്തെ ലോകത്തിൽ അയച്ചിരിക്കുക. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിറവേറിയിരിക്കുക. അതിൻ്റെ അനുസരിച്ച് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതും മനുഷ്യനോട് ഇടപെടുന്ന രീതികൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് പ്രോഗ്രസീവ് ആയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ആയിട്ടാണ്. അന്നെന്താ ഇത് പറയാതിരുന്നത്? മോശയോട് ഇത് പറഞ്ഞില്ലല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ പറഞ്ഞ കാര്യം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അതിനിടയിലൊക്കെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിച്ചിരിക്കുക. അതിന് മുമ്പുള്ള കാര്യവും അതിന് പിൻപുള്ള കാര്യവും സെയിം ആയിരിക്കത്തില്ല. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവം സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്നതാണ് കർത്താവിന്റെ പ്രായശ്ചിത്ത യാഗം. അത് നിറവേറിയിരിക്കുക. അത് നിറവേറിയ ജനം അത് മനസ്സിലായിരിക്കുക. അതിന് ശേഷമുള്ളതും അതിന് മുമ്പുള്ളതും ഒരേ നിയമമായിരിക്കത്തില്ല. അപ്പോ കർത്താവ് അനന്യനാണ്, ദൈവം അനന്യനാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവം മനുഷ്യനോടുള്ള ഇടപെടലിന് വ്യത്യാസമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞതല്ല ദൈവം നോഹയോട് സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞതല്ല മോശയോട് സംസാരിച്ചത്, മോശ പറഞ്ഞതല്ല ജോൺ ദ ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ പന്തിരുവരോ സംസാരിക്കുന്നത്. ഇതിനെല്ലാം കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ മാനവരാശിയുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് കാരണം അതിനോടനുബന്ധിച്ച് ദൈവിക പദ്ധതികളൊക്കെ പ്രോഗ്രസീവായി റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുക. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദ്വിമാന പദ്ധതികൾ, ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ്, അത് ഓരോന്നായിട്ട് റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ മാറ്റം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാരമ്പര്യത്തിലെ നിൽക്കത്തുള്ളൂ, നമ്മൾ പണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ അനുസരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ കംപ്ലീറ്റ് ദൈവിക നിയമത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകും. ഇപ്പൊ കണ്ടില്ലേ, ഫുഡിനോടുള്ള ബന്ധത്തിൽ തന്നെ 4 പ്രാവശ്യം കാര്യങ്ങൾ ദൈവം മാറ്റിയിരിക്കുക. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, ദൈവം മാറ്റമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തോട്ടത്തിലെ ഫുഡല്ല നമ്മൾ ഇന്നും കഴിക്കേണ്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം പ്രോഗ്രസീവായിട്ട് കാര്യങ്ങൾ നമുക്ക് റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അനുസരിച്ച് ദൈവിക വചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഡയറ്ററി വ്യവസ്ഥകൾ മാത്രം 4 പ്രാവശ്യം ചേഞ്ച് ചെയ്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ കാര്യങ്ങൾ മാറ്റം വന്നിരിക്കുക. ഞാൻ മടങ്ങി വരാം. ഞാൻ സന്ദർഭവശാൽ അതൊന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഭക്ഷണമോ പാനീയമോ ദിവസങ്ങളോ പൂർവികന്മാരുടെ സമ്പ്രദായങ്ങളോ ഒന്നും തന്നെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല. ദൈവിക വീണ്ടെടുപ്പിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുന്നില്ല, നമ്മളെ അകറ്റി മാറ്റുന്നില്ല. ഈ ആഹാരം എന്ത് കഴിച്ചെന്നോ
അല്ലെന്നുണ്ടെങ്കിൽ ഏത് ദിവസം ദൈവത്തെ ആരാധിക്കാനായിട്ട് വേർതിരിച്ചെന്നോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതാണ് അതിന്റെ ബോട്ടം ലൈൻ. കൊലോസി ലേഖനം 2:16 പറയുന്നത്, അതുകൊണ്ട് ഭക്ഷണ പാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇതെല്ലാം വരുവാനിരുന്ന നന്മകളുടെ നിഴലത്രേ. ഈ സംഗതികൾ ഒന്നും തന്നെ നിങ്ങളിൽ ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. റോമാലേഖനം 14 വരാം. റോമാലേഖനം 14 അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവിടെ അതിന്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. 2-ാം വാക്യം, ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. 3-ാം വാക്യം, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. അതിന്റെ 19-20 വാക്യങ്ങൾ കൂടുതൽ കാണിക്കും. 19-20 വാക്യങ്ങൾ അവിടെ പറയാണ്, ആകിയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൈവിക പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ്. ഈ ക്രൂസ് ലോകത്തിൽ പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് ദൈവരാജ്യം, ആ ദൈവിക ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ, ആ ഗ്രേസ് കമ്മീഷൻ, അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവ നിർമ്മാണത്തെ പൊളിക്കുന്ന രീതിയിലായിരിക്കരുത് നിങ്ങളുടെ ഭക്ഷണം, അല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ഇതൊന്നും തന്നെ ഒരു ഭക്ഷണവും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ബട്ട് നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. ഒരു റെഫറൻസ് കൊടുത്ത് കാണിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 8-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ വായിക്കാം. അത്, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടവുമില്ല, തിന്നാൽ ആദായവുമില്ല. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇവിടെ ഒരു ഭക്ഷണത്തിനും ഒരു പ്രത്യേകതയുമില്ല. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുക അവന്റെ രക്തത്താൽ. അടുത്തത്, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. സിമ്പിൾ കാര്യമാണ്, ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ഇവിടെ മനസാക്ഷി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭക്ഷണത്തിനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്ന ഒരു ബലഹീന വിശ്വാസി, ഓ അത് ശരി, അപ്പൊ ക്ഷേത്രത്തിലും പോകാം, അവിടുത്തെ ദൈവത്തെ ആരാധിക്കാം, അവിടെ വണങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അതും ഒരു ദൈവമല്ല എന്ന് അവന്റെ ഹൃദയത്തിൽ ഉറയ്ക്കുന്നതിനിടയായി തീരും. അങ്ങനെ വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം അവന്റെ മനസാക്ഷി ഉറക്കയില്ലയോ എന്ന് ചോദിക്കുക. ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇവിടെ അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്ത് ഫുഡ് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എവിടെ വെച്ച് കഴിക്കുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ബട്ട് നിങ്ങൾ അതിന് നിങ്ങളുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണം, ഇപ്പൊ അമ്പലത്തിൽ വിഗ്രഹാർപ്പിതം ചെയ്തതാണെങ്കിലും അതിനെ ശരിക്കും ദൈവം വിലക്കിയിരിക്കുകയല്ല. പക്ഷെ അതുകൊണ്ടൊരു സഹോദരന് ഇടർച്ച വരുത്തരുത്. 10 കൽപ്പന കൊടുത്തപ്പോഴത്തെ 1-ാമത്തെ കൽപ്പനയാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമായി വിഗ്രഹാരാധന എന്ന് പറയുന്നത്. വിഗ്രഹം ഉണ്ടാക്കരുത് എന്നുള്ളത് 10 കൽപ്പനയിലെ 1-ാമത്തെ കൽപ്പനയാണ്. എന്നിട്ട് കൂടെ ആ വിഗ്രഹാർപ്പിതം പോലും തിന്നുന്നതിനെ ദൈവം ഇവിടെ വിലക്കിയിട്ടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് വിഗ്രഹാർപ്പിതം തിന്നാൻ പാടില്ല എന്നൊരു വിലക്ക് ഇവിടെ ഇല്ല. അത് അവിടെ നിന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിന്റെ സഹോദരന് ഇടർച്ച വരരുത്, വിശ്വാസം ഹനിക്കുന്നതിനിടയാകരുത്. അതാണ് ഇവിടുത്തെ കാര്യം. അല്ലാതെ ഭക്ഷണം തന്നിൽ തന്നെ ഒരു ഭക്ഷണവും മലിനമല്ല. അതുകൊണ്ട് ഏത് ഫുഡ് കഴിക്കാം, കള്ളപ്പം കഴിച്ചാൽ സ്വർഗം നഷ്ടമായി പോകുമോ എന്നൊന്നും ഓർത്തിനെയും കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ അത് കഴിച്ചുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ പറയുന്നുവെങ്കിലും ഈ തീറ്റ പണ്ടാരങ്ങളായിട്ട് തീരരുത്, പെരുവയറന്മാരായി പോകരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമല്ലോ. കഴിക്കാനായിട്ട് മാത്രം ജീവിക്കുന്നവരായി തീരരുത്, ജീവിക്കാനായിട്ട് കഴിക്കുക. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമല്ലോ, അതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വളരെ ക്ലിയർ അത്. നമ്മുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണം ബോധത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രിക്റ്റ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അവിടെ ഇല്ല. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടുന്ന് അത് നിർത്തി ദിവസങ്ങളിലേക്ക് കിടക്കാം. ഒരു ഉദാഹരണം കൂടെ പറയാം. അതായത് ഓണത്തിന് ഇലയിൽ സദ്യ ഉണ്ണുന്നത് ഓക്കെ ആണോ, ശരിയാണോ?
സി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരിയല്ല. തിരുവചന പ്രകാരം ഇതിനെ ഒന്നും വിലക്കിയിട്ടില്ല, നമ്മളിപ്പോ തന്നെ കണ്ടതാണ്. പക്ഷെ നമ്മുടെ മനസാക്ഷി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓണമെന്നും ഈ ഓണസദ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുര രാജാവായ മഹാബലിയുടെ ആഘോഷവും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഉള്ള ആരാധനയുടെ ഭാഗമായിട്ടാണ്. ദേവന്മാരും അസുരന്മാരും അതൊരു ഗ്രൂപ്പ് അവർക്കുണ്ട്. അതിലെ അസുര രാജാവാണ് മഹാബലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആരാധനയും ആ ഒരു ആഘോഷവും നടക്കുന്നിടത്ത് നമ്മൾ അതിനെ വരവേറ്റ ആഹാരം ആ രീതിയിൽ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ നമ്മുടെ മനസാക്ഷി നിമിത്തം അത് ചെയ്യരുത്. എന്നാൽ ഒരു അന്യദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ചടങ്ങിന്റെ ഭാഗമാണ് ആ സദ്യ എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കഴിവതും ആ കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷി നിമിത്തം ഒഴിവാക്കുക. കഴിവതുമാണ്. അതൊരു ഒരു സ്ട്രിക്റ്റ് റൂൾ അല്ല. നോ, കഴിക്കാൻ പാടില്ല, ദൗ ഷാൽ നോട്ട് ഈറ്റ് എന്നൊരു നിയമമല്ല ഇത്. ഇവിടെ അതിലൊരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുക വിശ്വാസികളായ കുടുംബാംഗങ്ങളാണ്. അവർക്കെല്ലാം ഇതറിയാം. ഇത് നമ്മൾ വളർന്നു വന്ന സംസ്കാര രീതിയാണല്ലോ, നമ്മുടെ നാടല്ലേ, നമ്മുടെ കേരളമല്ലേ, നമുക്ക് അതിങ്ങനെ ഒന്നും ഒരു ഇലയിട്ട് കഴിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? അത് കഴിച്ചതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ഒന്നും വിശ്വാസം നഷ്ടമായി പോകത്തില്ല, അവരുടെ ഒന്നും വിശ്വാസം ഹനിക്കപ്പെടുകയില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു നിയമവിരുദ്ധമോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ദൈവം കോപിക്കുകയോ ചെയ്യുന്ന ഒരു വിഷയമല്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇടുകയും പബ്ലിക്കലി ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ്. കാര്യം നിങ്ങൾ മറ്റുള്ളവരെ അത് കാണിക്കുക, അത് കുഴപ്പമില്ല, നമുക്ക് അതും ആകാം. ആ ബലഹീന സഹോദരന്റെ ആ വിശ്വാസം നിങ്ങൾ വ്രണപ്പെടുത്തുക. വീട്ടിൽ നിങ്ങൾ 4 ചുവരിനുള്ളിൽ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിരുന്ന ഒരാളെ ഇല വെട്ടിയിട്ട് കഴിച്ചു, ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഓക്കാനിക്കൊന്നും വേണ്ട, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ദൈവത്തിന് ഒരു പ്രയാസവും അതുകൊണ്ടില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ എടുത്തിട്ട് 4 ജനത്തെ കാണിച്ചു കഴിയുമ്പോഴത്തേന് വിഷയം മാറും, കാര്യങ്ങൾ മാറും. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഞാൻ ആ 15-ാമത്തെ വാക്യം, 14-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്: നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. വളരെ ക്ലിയർ, നമ്മുടെ മനസാക്ഷിക്ക് മനസ്സിലാകുന്ന കാര്യമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഭക്ഷണത്തെക്കുറിച്ച്. ഒരു ഭക്ഷണവും തന്നിൽ തന്നെ മലിനമല്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൂമിയുടെ കീഴ്, സൂര്യന്റെ കീഴിലുള്ള എല്ലാ സംഗതികളും കഴിക്കുന്ന ആളാണ്. ഇതൊന്നും ഒരു ഭക്ഷണവും പ്രത്യേകത ഉള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം തരുന്നതോ അല്ല. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിയെയും ദൈവത്തെ മുൻനിർത്തി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭക്ഷണത്തിന്റെ കാര്യം അവിടെ വിടുക. അടുത്തത് ദിവസങ്ങൾ, ആണ്ടുകള്, വാവ്, പെരുന്നാള്, ശബത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചും 14-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുക. 5-6 വാക്യങ്ങൾ. ഇവിടെ അങ്ങ് ഒത്തിരി സമയം നിൽക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് ഈ വിഷയം ഒന്ന് മനസ്സിലായാൽ മതി. അതുകൊണ്ട് ഞാനങ്ങ് വായിച്ചും പറഞ്ഞും വിടുക. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ഓരോ ദിവസങ്ങളെ മാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച്. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായിട്ട് ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇതിന്റെ എല്ലാം ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഇതൊന്നും ഒരു വിഷയവുമല്ല. ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തേക്കാൾ ശ്രേഷ്ഠതയില്ല, പ്രത്യേകതയില്ല. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ, എല്ലാം നല്ല ദിവസങ്ങൾ തന്നെയാണ്. അവിടെ ഒരു ദിവസത്തിനും പ്രത്യേകതയില്ല. സൺഡേ അതൊന്നും ഒരു പ്രത്യേകതയുള്ള ദിവസമല്ല എന്ന് മനസ്സിലാക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ വേർപെട്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആത്മീക അനുഗ്രഹം, ആത്മീക സന്തോഷം പ്രാപിക്കാനായിട്ട് നമ്മുടെ സഹോദരങ്ങളോട് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മെല്ലാവരോട് ചേർന്ന് ഒന്നിച്ച് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചേർന്ന് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നമ്മളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദി കരയേറ്റുകയും ഒക്കെ ചെയ്യാനായിട്ട് ഒരു ദിവസം വേർതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിറയെ തിരുവചനങ്ങൾ അതിനാധാരമായിട്ടുണ്ട്. എന്നാൽ അത് സൺഡേ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. സൺഡേയിലാണ് എല്ലാവരും നമ്മളിവിടെ കൂടുന്നത്. കാര്യം പൊതുവായിട്ട് അത് അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമായത് കാരണം നമ്മൾ അങ്ങനെ സൺഡേ ആയിട്ട് കൂടുന്നു എന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ സൺഡേക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. മിഡിൽ ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ ഞങ്ങൾ അതിനെ പൊതുവെ പറഞ്ഞ ചന്ത ദിവസമാണ്. കാര്യം അതുപോലെ തിരക്കുള്ള ഒരു ദിവസമാണ്. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് സൺഡേ ഡ്യൂട്ടി ആരംഭിക്കുന്ന ദിവസമാണ്.
സൺഡേയിൽ ചന്ത ദിവസമാണ് പറയുന്നത് പൊതുവെ, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. അതുപോലെ തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ആണ് ഹോളിഡേ. ഇവിടുത്തെ എല്ലാവരും ആരാധനയ്ക്കും പള്ളിയിൽ പോകുന്ന എല്ലാവരും ഫ്രൈഡേകളാണ്. നാട്ടിൽ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രൈഡേ ആരാധന എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനേ പറ്റത്തില്ല. അത് സാത്താൻ ഇറങ്ങുന്ന ദിവസമായിട്ടാണ് നാട്ടിൽ ഈ ഫ്രൈഡേ കണ്ടേക്കുന്നത്. ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ദിവസമായിട്ടാണ് ഫ്രൈഡേ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ തമ്പാറൊക്കെ നല്ല ഉണക്കി ഉറപ്പിച്ച് നല്ല അടിച്ച് കിളക്കുന്ന ദിവസം, സാത്താനെ ഓടിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ വെക്കുന്ന ദിവസമാണ്. ലേഡീസ് പൊതുവെ ഫ്രൈഡേയിലെ യാത്രകളൊന്നും പോകത്തില്ല. അതൊക്കെ പ്രയാസമുണ്ട്. അവർക്ക് യാത്രയിൽ പോയി കഴിഞ്ഞാൽ ശുഭമാകത്തില്ല എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ വെപ്പുകൾ. പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ ആരംഭിക്കത്തില്ല. വീട് സമർപ്പണം, കൂദാശ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ ഫ്രൈഡേയിൽ ആരും ക്രമീകരിക്കത്തില്ല. കാര്യം അത് എന്തോ ഒരു നല്ല ദിവസമല്ല എന്നാണ് പൊതുവെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ജനം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 14-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിക്കാം. അവിടെ പറയുന്നുണ്ടോ, നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. അടുത്ത വാക്യം, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായിട്ട് ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ദിവസം പ്രത്യേകമായിട്ട് കരുതിയിട്ടോ പ്രത്യേകത ഇല്ലെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരു കഥയുമില്ല. ഇതിലൊന്നും ഒരു കഥയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒത്തിരി പേര് ശബത്ത് ആചരിക്കുന്നവരുണ്ട്, ഒത്തിരി പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശബത്ത് ഗ്രൂപ്പുകാർ നമുക്കറിയാം. ഞാൻ പൊതുവെ അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുകയല്ല, ഒരു സത്യം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക. ശബത്തുകാരെന്ന് പറയുന്നത് അവരെ ശബത്ത് നാളിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. ഇവർക്കൊക്കെ ഏത് കാലത്ത് നേരം വെളുക്കുമെന്നുള്ളത് ഒരു പിടിയില്ല. അത്രമാത്രം തെറ്റായ ഒരു പഠിപ്പീരില്ല. ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. അത്ര ഒരു അന്ധകാരത്തിലാണ് ആ ഒരു വിശ്വാസമായിരിക്കുന്നത്. ശബത്ത് നാളിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളത്. ശബത്തൊക്കെ പറഞ്ഞിരുന്ന കാലമുണ്ട്, പറഞ്ഞിരുന്ന ജനമുണ്ട്. യഹൂദനോട് പറഞ്ഞിരുന്ന നിയമമാണ്. അത് അലംഘനീയമാണ്. ശബത്ത് നാളിനെ ആചരിക്കണം, അത് വളരെ വാസ്തവമാണ്. അത് യഹൂദനോട് യാതൊരു വിധത്തിലും മുടക്കം വരാതെ പാലിക്കേണ്ടിയിരുന്ന അലംഘനീയമായ കൽപ്പനയായിട്ട് കൊടുത്തിരുന്ന. പക്ഷെ കൊടുത്തിരുന്ന ആൾ ആരാണ്? കൊടുത്തിരുന്ന റെസിപ്പിയന്റ് ആരാണ്? യഹൂദനോട് പറഞ്ഞിരുന്ന, അവരോട് പറഞ്ഞിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പരിച്ഛേദന മുതൽ പൗരോഹിത്യം മുതൽ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരമാണോ ഇന്ന് കർത്താവിന്റെ കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗത്തിന് ശേഷമുള്ള ക്രിസ്ത്യാനിറ്റി രക്ഷിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് പദ്ധതി അന്ന് മോശെ സീനായി മലയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രമാണിച്ചാണോ ഇന്ന് ക്രിസ്ത്യാനി രക്ഷിക്കപ്പെടുന്നത്? കർത്താവിന്റെ കാൽവറി ക്രൂശിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചത്ത് കെട്ടടങ്ങി നിത്യ നരകത്തിൽ ചെന്ന് ചേരുന്നതിന് എന്നുള്ള റെസിപ്പിയാണ് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, തലയ്ക്ക് ബോധമുള്ള കാലഘട്ടത്തിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കി മടങ്ങി വന്ന് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാനും സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഞാൻ ദൈവനാമത്തിൽ എന്നെ കേൾക്കുന്നവരെ ഓർപ്പിക്കുക. See, there is no sacred days or no ritual calendar for Christianity today. ഇന്ന് അങ്ങനെ ഒരു സംഗതി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് ഫ്ലാഷ് ചെയ്യാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക, നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? എത്ര ക്ലിയർ, എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ. അടുത്തത് കണ്ടില്ലോ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഇതിനൊന്നും അബ്സല്യൂട്ട്ലി സീറോ വാല്യൂ ആണ്. നിങ്ങൾ ഇതൊക്കെ പ്രമാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഈ പറഞ്ഞ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഒരു മഹാസത്യം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുക. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം കാൽവറിയിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നിരിക്കുക. The moment you trust in that, you will be saved and you will be sealed by the Holy Spirit. ഇതൊരു ഡൺ ഡീലാണ്. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് ഇത്ര ക്ലിയർ ആയിട്ടൊരു കാര്യം ഇരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഈ ആണ്ടുകളും ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ഒക്കെ പ്രമാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളും പറഞ്ഞത് വെള്ളത്തിൽ വരച്ച വരമാതിരി ആയിപ്പോയല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോൾ പറയുന്നു. ഈ ദിവസങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, സെലസ്റ്റിയൽ ബോഡീസ്
അതായത് ഈ ആകാശഗോളങ്ങൾ, ഇതിനെയെല്ലാം ഓരോരോ ദൈവങ്ങളും ഐതിഹ്യവുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ ദൈവങ്ങളുടെ ഡീറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ദിവസങ്ങളെല്ലാം പേരിട്ടിരിക്കുന്നതും ഈ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതും. ഫോർ എക്സാമ്പിൾ, സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ ദിവസമാണ്, സൂര്യനെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂര്യന്റെ ദിവസമാണ് സൺ ഡേ, സൂര്യന്റെ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് മൺഡേ ആണ്, അത് മൂൺ ഡേ ആണ്, മൂണിനെ ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്ന ദിവസമാണ്. ഇതെല്ലാം ഈ സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓരോ ഡീറ്റിയെ അതുമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളായതല്ല. സൂര്യന്റെ ദിവസം, ചന്ദ്രന്റെ ദിവസം മൺഡേ. ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഫ്സ് ഡേ എന്ന, ടിഫ്സ് ഡേ, ട്വിസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസ് ആണ്, ചൊവ്വയുടെ ദിവസമാണ്, ചൊവ്വാഗ്രഹം, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ദിവസമാണ് ട്യൂസ്ഡേ എന്ന് പേര് വന്നിരിക്കുന്നത്. ടിഫ്സ് ഡേ ആണ് ആക്ച്വലി, അത് മാർസുമായിട്ട് കണക്റ്റഡ് ആണ്. അടുത്തത് വൂഡൻസ് ഡേ ആണ്. വെനസ്ഡേ എന്ന് പറയുന്നത് വൂഡൻ എന്ന് പറയുന്നത് മെർക്കുറിയ, ബുധൻ. ആ ബുധൻ ഗ്രഹവുമായിട്ട് മെർക്കുറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നേക്കുന്ന ദിവസമാണ് വൂഡൻ. അതിനെയാണ് വെഡ്നസ്ഡേ എന്ന് നമ്മൾ പേരിട്ടേക്കുന്നത്. ഇംഗ്ലീഷ് വന്നപ്പോൾ അത് വെഡ്നസ്ഡേ ആയി. ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത് തോർസ് ഡേ. തോർസ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, വ്യാഴമാണ്. തോർസ് ഡേ, അതിനെയാണ് തേഴ്സ്ഡേ ആയിട്ട് മാറിയത്. ഇതെല്ലാം ഇതുപോലുള്ള ഗ്രഹങ്ങൾ. ഫ്രിഗ് ആണ്, FRIGG, ഫ്രിക്സ് ഡേ, അതാണ് വീനസ്, ശുക്രൻ പറയുന്നത് ഫ്രിഗ് എന്നാണ്, ഫ്രിക്സ് ഡേ, അതാണ് ഫ്രൈഡേ ആയിട്ട് മാറിയത്, ഫ്രിക്സ് ഡേ. സാറ്റർഡേ ആണ് സാറ്റേൺ എന്ന് പറയുന്നത് ആ ശനി ഗ്രഹമാണ്, സാറ്റേൺ, അതാണ് സാറ്റർഡേ. ഈ സെലസ്റ്റിയൽ ബോഡീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ദിനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ രക്ഷയുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടുന്നതല്ല. ഇതിലെ ഒരു ദിവസത്തിനും വേറൊരു ദിവസത്തിനേക്കാൾ പ്രത്യേകത കൂടുതലോ കുറവോ ഇല്ല. ഏത് ദിവസവും, എല്ലാ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊരു ദിവസത്തേക്കാൾ ഒരു ദിവസത്തിനും പ്രത്യേകതയില്ല. ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം എവറി ഡേ ഈസ് എ ഗുഡ് ഫ്രൈഡേ ഫോർ മീ. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ദിനങ്ങളാണ്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തിനും മഹത്വത്തിനും വേണ്ടി ഓടി നടന്ന് ഈ സത്യം അറിയിക്കാൻ ദൈവം നമുക്ക് പകലുള്ള കാലത്തോളം തന്നിരിക്കുന്ന ദിവസങ്ങളാണ്. അതിനതിൽ ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തിനേക്കാൾ യാതൊരു പ്രത്യേകതയുമില്ല. നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ കല്യാണം നടത്താം, നാളെ വേണമെന്നുണ്ടെങ്കിൽ പരകൂദാശ നടത്താം, മറ്റന്നാൾ വേണമെന്നുണ്ടെങ്കിൽ ലോങ് യാത്ര പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊന്നും നമുക്ക് ദൈവം തന്നിരിക്കുന്ന തിരുവചന പ്രകാരം ഇതിന്റെ മുമ്പിൽ ഇതിനൊന്നും യാതൊരു പ്രത്യേകതയുമില്ല. ഇറ്റ് ഈസ് ഓൾ ആബ്സല്യൂട്ട്ലി ഓഫ് നോ വാല്യൂ. മിഡിൽ ഈസ്റ്റില് ഫ്രൈഡേസ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരു ഫുഡ് ഔട്ട്ലെറ്റ് ഉണ്ട്, ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ് ഉണ്ട്, ഫ്രൈഡേസ് എന്ന് പറഞ്ഞത്. അവരുടെ സ്ലോഗൻ ആ ഫ്രൈഡേസ് എന്നുള്ള ആ ഷോപ്പിന്റെ മുന്നിൽ എഴുതി വെച്ചേക്കുന്നത് ഹിയർ ഇറ്റ് ഈസ് ഫ്രൈഡേ എവറി ഡേ എന്ന. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫ്രൈഡേ ആണെന്ന്. കാര്യം അവിടെ എല്ലാം ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്, ഫ്രൈഡേസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും ഫ്രൈഡേസ് എന്നാണ് പറയുന്നത്. എല്ലാവരും ആവശ്യത്തിന് ഫ്രൈസ് കഴിച്ചിട്ട് പോവുക. അതിൽ ഒന്നുകൂടെ എഴുതിയേക്കുന്നത് TGI ഫ്രൈഡേസ് എന്ന് എഴുതിയിട്ടുണ്ട്. TGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് ഗോഡ് ഇറ്റ് ഈസ് ഫ്രൈഡേ എന്ന്. അതുപോലെ ആൾക്കാർ വന്നിരുന്ന് ആഘോഷത്തോടെ കഴിച്ചിട്ട് സന്തോഷിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഇറ്റ് ഈസ് ഫ്രൈഡേ എവറി ഡേ എന്ന് പറഞ്ഞതുപോലെ എവറി ഡേ ഈസ് എ ഗുഡ് ഫ്രൈഡേ ഫോർ us. ഒരു ദിവസത്തിനും വേറെ ദിവസത്തിനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. പൊളൈൻ റെവലേഷൻ പ്രകാരം ഒരു ദിവസവും മറ്റേ ദിവസത്തേക്കാൾ മോശമല്ല, എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുക. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് കാണിക്കാം. റോമാലേഖനം 14-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 17 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിക്കാം. അവിടെ പറയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിൽ സന്തോഷവും മാത്രമേ. ഈ ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ ഇനി അതിനെക്കുറിച്ച് വിവരിക്കണ്ട എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എൽദോ ബ്രദർ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും നല്ല തറവാണ് ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒക്കെ. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, പിന്നെ പറഞ്ഞുതരാം. ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷവും മാത്രമേ. ആക്ച്വലി പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക ഒടുക്കത്തെ നാൾ വരെ, വീണ്ടെടുപ്പിൻ നാൾ വരെ. ആ പരിശുദ്ധ ആത്മാവിൽ നമ്മൾ സന്തോഷിക്കുക. അത് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക, നമ്മളെ പൊതിഞ്ഞിരിക്കുക. നാം അതിനെ ധരിച്ചിരിക്കുക, നാം അതിനെ ധരിച്ചിരിക്കുക. ആ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നിരിക്കുക. അപ്പം അതിലുള്ള ആ ഒരു സന്തോഷമാണ്, പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷമാണ് നമുക്ക് സ്വർഗരാജ്യം എന്ന്, ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ.
ഇതാണ് ഇതിന്റെ എല്ലാം ബോട്ടം ലൈൻ. നമ്മുടെ മനസാക്ഷി വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയത്തിൽ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. ആവശ്യമില്ലാതെ സമയം കളയാതെ ഓരോരോ കാര്യങ്ങളെ ഓർത്ത് കണക്കുകൂട്ടി സമയം കളയാതെ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും അതിനുള്ള കാര്യങ്ങൾ ശ്രമിച്ചു കൊള്ളുക എന്ന് പറയുക. ഇവിടെ ഈ വിഷയം ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ വേറെ പ്രത്യേകിച്ച് ടേക്ക് അവേ ആയിട്ട് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല. ഈ ഒരു വിഷയമാണ് ഫുഡും ദിവസങ്ങളും, ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ 14-ാം അധ്യായത്തിൽ ഈ വിഷയം പറഞ്ഞു തീരുന്നില്ല. 15-ാം അധ്യായത്തിലോട്ട് ഇത് ഓവർലാപ്പ് ആയേക്കാം. ഈ വിഷയം നമ്മൾ 15-ാമത്തെ അധ്യായം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറയാണ്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. കണ്ടില്ല, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശക്തരായ നാം, ശക്തരെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ ശക്തന്മാരായി ഉറച്ചിരിക്കുന്ന നാം അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കുകയും അതിൽ തമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കപ്പെടേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. ഈ 14-ാമത്തെ അധ്യായത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തീർക്കുന്നത് ഇവിടെ. അതേ ചിന്ത തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇവിടെയും പറയുന്നത് നന്മയും ആത്മീക വർധനയും പ്രത്യാശയും, സഹോദരനെ ആ ഒരു രീതിയിൽ സ്നേഹിക്കാനും അവനെ കരുതുവാനും, ഭക്ഷണത്തിന്റെ കാര്യത്തിലോ ദിവസങ്ങളുടെ കാര്യത്തിലോ ഒന്നും ആരും അവനെ വിധിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാണുന്നതിനോ അവന്റെ വിശ്വാസം ഹനിക്കപ്പെടുന്നതിനോ ഇടയായി തീരാതെ അവനെ കരുതിക്കൊള്ളുക, അവന്റെ വിശ്വാസം ഹനിക്കാതെ അവനെ സാഹോദര്യ സ്നേഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുക. ഈ 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ അത് തന്നെയാണ് പറയുന്നെങ്കിലും അതിനെ ഒരു അധ്യായമായിട്ട് തിരിഞ്ഞു പോയിരിക്കുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ തിരിക്കുന്നത് AD 1200-ലാണ്. 1200-കളിലാണ്, എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. 1230-ലോ 28-ലോ അങ്ങാട്ടാണ്. AD 1200-ൽ ഈ റെവറൻ സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, അദ്ദേഹമാണ് ഈ ബൈബിളില് ഈ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെ തിരിക്കുന്നത്. AD 1200-ലെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് റെവറൻ സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന ആ ആർച്ച് ബിഷപ്പാണ് ഈ ബൈബിളിൽ ഇതിനെ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടൊക്കെ തിരിക്കുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ തുകൽ എഴുതി പോരുന്നിരിക്കുക, മുഴുവൻ ഇങ്ങനെ എഴുതി പോരുന്നിരിക്കുക, 1, 2 ഇങ്ങനെ എഴുതി ഇങ്ങനെ പോരുന്നേക്കുക. അതിന് അധ്യായങ്ങളൊന്നുമില്ല. ഇവിടെ അദ്ദേഹം തിരിച്ചു കഴിഞ്ഞപ്പോൾ 15-ാം അധ്യായത്തിലോട്ട് ചില ഭാഗങ്ങൾ ഓവർലാപ്പായി കയറി വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും സെയിം തീമാണ് ആ പറഞ്ഞു വന്നിരിക്കുന്നത്. അവിടുന്ന് വേറെ പ്രത്യേകിച്ച് ടേക്ക് അവേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 15-ാം അധ്യായത്തിലേക്ക് പൂർണ്ണമായിട്ട് കയറുകയാണ്. ഇവിടെ 15-ാം അധ്യായത്തിന്റെ ഒരു വിഷയ വിഭജനം പെട്ടെന്നൊന്ന് പറയാം. ഇതും അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തിച്ച് തീർക്കാവുന്ന ഒരു അധ്യായമാണ്. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. 1 മുതൽ 7 വരെ നമ്മളിപ്പോൾ ചിന്തിച്ചു. ക്ലോസിംഗ് അപ്പീലാണ്, അതായത് ഈ 14-ാം അധ്യായത്തിന്റെ ഒരു ക്ലോസിംഗ് അപ്പീലാണ്. ആ അധ്യായത്തിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 14-ാം അധ്യായത്തിന്റെ കൺക്ലൂഷൻ പറഞ്ഞു തീർത്തിരിക്കുന്ന 1 മുതൽ 7 വരെയുള്ള 15-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളിലാണ്. എന്നാൽ 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെ 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രി ടു ജ്യൂസ് ആൻഡ് പോൾസ് മിനിസ്ട്രി ടു ജെന്റൈൽസ് എന്നൊരു വിഷയമാണ് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ക്രൈസ്റ്റ് മിനിസ്ട്രി ടു ജ്യൂസ് ആൻഡ് പോൾസ് മിനിസ്ട്രി ടു ജെന്റൈൽസ്. മനസ്സിലായോ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ യഹൂദന്മാരുടെ ഇടയിലുള്ള ശുശ്രൂഷയും പൗലോസ് അപ്പോസ്തലന്റെ ജാതികളുടെ ഇടയിൽ ഉള്ള ശുശ്രൂഷയും എന്നൊരു വിഷയമാണ് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പോൾസ് അപ്പസ്തോലിക് ഒബ്ജക്റ്റീവ്സ്, അതായത് ഈ ഒരു ശുശ്രൂഷയിൽ കൂടി അപ്പസ്തോലിക ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ് എന്ന് പോൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുക. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇനി 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ പുവർ സെയിൻസ് ഇൻ ജെറുസലേം, യെരുസലേമിലെ ദരിദ്രരായി പോയ വിശ്വാസികൾ, ഈ വിഷയമാണ് 15-ാമത്തെ അധ്യായത്തിൽ കവർ ചെയ്യുന്നത്. 8 മുതൽ 16 വരെ, 1 മുതൽ 7 വരെ ഞാൻ പറഞ്ഞു 14-ന്റെ പിൻ തുടർച്ചയാണെന്ന് പറഞ്ഞു.
8 മുതൽ 16 വരെ ക്രൈസ്റ്റ് മിനിസ്ട്രി ടു ജ്യൂസ് ആൻഡ് പോൾസ് മിനിസ്ട്രി ടു ജെന്റൈൽസ്. 17 മുതൽ 24 വരെ പോൾസ് അപ്പസ്തോലിക് ഒബ്ജക്റ്റീവ്സ്, അതായത് അപ്പസ്തോലിക ശുശ്രൂഷയുടെ ലക്ഷ്യം. 25 മുതൽ 33 വരെ ദ പുവർ സെയിൻസ് ഇൻ ജെറുസലേം, യെരുസലേമിലെ ദരിദ്രരായ വിശ്വാസികൾ. ഈ വിഷയമാണ് ഇതിൽ കവർ ചെയ്യുന്നത്. 8 മുതൽ 16 വരെ അതിലെ 8ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. 15ാം അധ്യായം അതിന്റെ 8ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് 9, ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്. 8ാം വാക്യത്തിൽ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, ഇത് ആക്ച്വലി ഒരു വാക്യം തന്നെയാണ്. മലയാളത്തിൽ നിന്ന് 2 വാക്യമായിട്ട് മാറ്റി. ഇംഗ്ലീഷിൽ ഒരു വാക്യമാണ്. നൗ ഐ സേ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ of the circumcision for the truth of God to confirm the promises made unto the fathers. 8ാമത്തെ വാക്യത്തിൽ അത് തീരുക. ആക്ച്വലി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കിയത് കാരണം ആക്ച്വലി അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി പോയിരിക്കുക. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. ഇവിടെ 8ാം വാക്യത്തിൽ നമ്മൾ നോക്കിയ 8ാം വാക്യത്തിൽ പോള് കർത്താവിനെ അഡ്രസ് ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് സർക്കംസിഷൻ. ഇവിടെ പറയുന്നുണ്ടല്ലോ, മിനിസ്റ്റർ ഓഫ് ദ സർക്കംസിഷൻ. യേശു ക്രിസ്തുവിനെ ജീസസ് ക്രൈസ്റ്റ്, ഇത് കണ്ടില്ലയോ, ജീസസ് ക്രൈസ്റ്റ് വാസ് ദ മിനിസ്റ്റർ ഓഫ് ദ സർക്കംസിഷൻ. അതായത് പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇതിലെ തന്നെ നമ്മൾ 16 വാക്യം വരെയാണ് ഈ ഒരു ഇതിൽ ചിന്തിക്കുന്നത്. ആ 16ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ദ മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ജെന്റൈൽസ്. പോളിനെ കുറിച്ച് പറയുന്നത്, പോള് ദ മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ജെന്റൈൽസ്, ജാതികൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ താൻ ഒരു ശുശ്രൂഷകനായിരിക്കുന്നു എന്നാണ് പോള് ഇതിനെ തന്നെ കുറിച്ച് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് കർത്താവ് യഹൂദന്മാരുടെ ശുശ്രൂഷകനായിരിക്കുന്നുവെന്നും, പോളിനെ കുറിച്ച് പറയുമ്പോൾ പോള് പറയുന്നത് താൻ യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകനായിരിക്കുന്നു എന്നും പറയുകയാണ്. 8ാമത്തെ വാക്യത്തിലും 16ാമത്തെ വാക്യത്തിലും. അത് ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദി ജെന്റൈൽസ്, അതായത് യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു എന്ന് പറയാം. ഇനി 8ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 8ാം വാക്യത്തിൽ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ ഓഫ് സർക്കംസിഷൻ. ഇവിടെ കണ്ടില്ലയോ, ഈ വാസ് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടന്റ്. വാസ് എ മിനിസ്റ്റർ ഓഫ് ദ സർക്കംസിഷൻ. ഇവിടെ പറയുന്നത് പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, മലയാളത്തിൽ അടുത്ത വാക്യത്തിലായതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്, പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാ പറയുന്നത്. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടെൻസാ, കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. വാസ് എ മിനിസ്റ്റർ. അടുത്ത മുമ്പിലത്തെ വാക്യം ശ്രദ്ധിച്ച്, ഇവിടെ കണ്ടില്ലേ, ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ. കർത്താവ് അങ്ങനെ ആയിരുന്നു, കഴിഞ്ഞ കാലത്ത് അങ്ങനെ ആയിരുന്നു. വാസ് എ മിനിസ്റ്റർ ടു ദ സർക്കംസിഷൻ എന്ന് പറയുക. ശരിയാണ്. കാര്യം കർത്താവിന്റെ ശുശ്രൂഷ പരിച്ഛേദനക്കാരുടെ ഇടയിലും അവർക്ക് വേണ്ടിയുമായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. നമുക്കറിയാം, കർത്താവ് ശുശ്രൂഷിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തമായിരുന്നു കർത്താവ് അവരുടെ ഇടയിലേക്ക് വരുമെന്നുള്ളത്. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, ആ വാക്യം എഴുതിയിരിക്കുന്നുണ്ടല്ലോ, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. അത് കർത്താവ് അവരുടെ ഇടയിലേക്ക് വരിക. ഏത് പിതാക്കന്മാർക്ക്? അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അതുപോലെ മോശയ്ക്കും ദാവീദിനും യെശയ്യാവിനും ഇതുപോലുള്ള പിതാക്കന്മാർക്കൊക്കെ ലഭിച്ചിരുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, റീകൺഫേം ചെയ്യേണ്ടതിന്. അതായത് അവരോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദത്തത്തിന്റെ മക്കളാണ് നിങ്ങൾ, ആ വാഗ്ദത്തം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല, ഞാൻ മറന്നുപോയിട്ടില്ല, നിങ്ങൾ ആ വാഗ്ദത്ത സന്തതിയാണ്, നിങ്ങൾ ആ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കും, ഞാനത് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണെന്ന് ഉറപ്പിക്കാൻ കർത്താവ് ലോകത്തിലേക്ക് വന്നു, യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നിരിക്കുക. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം കർത്താവ് അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുക. കർത്താവ് തന്നെ അത് സാക്ഷ്യം പറയുന്നുണ്ട്, എന്നെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്. 10 വരെ അയക്കുമ്പോഴും സുവിശേഷം അറിയിക്കാനായിട്ട്, ഈ സദ്വർത്തമാനം ലോകമെല്ലാം പോയി അറിയിക്കാൻ പറയുമ്പോഴും അവരോടും പറയുന്നത്, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. വളരെ വ്യക്തമായ വിഷയങ്ങൾ. കർത്താവ് അവരുടെ ഇടയിലേക്ക് അയക്കപ്പെടുകയും അവരുടെ ഇടയിലെ ശുശ്രൂഷകൾക്കായിട്ട്
കർത്താവ് വേർതിരിക്കപ്പെടുകയുമായിരുന്നു. കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ഒരു ദൈവവചനത്തെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോട് ദൈവവചനത്തെ പഠിച്ചു കഴിഞ്ഞാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു വാക്ക് കർത്താവ് ഉച്ചരിച്ചിട്ട് കൂടില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ദൈവം പ്രസംഗിച്ചിട്ടില്ല. ഇൻഫാക്ട് ക്രൂശിൽ കൂടെ തുറക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് പോലും കർത്താവ് പ്രസംഗിച്ചിട്ടില്ല. ആ മരണത്തിന്റെ തലേ ദിവസം കൂടെ കർത്താവ് ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യെരൂശലേമിലേക്ക് പോകുന്നു, അവർ നമ്മളെ പിടിക്കും, അടിക്കും, തുപ്പും, തല്ലും, കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ കൂടെ അവിടെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്കും മനസ്സിലായിട്ടില്ല. പന്തിരുവരോട് പറയുമ്പോൾ അവർ 3 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരാ. അവരെന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്? കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. പത്രോസ് അപ്പോസ്തലന് അന്ന് വരെ ക്രൂശ് അറിയത്തില്ല. ക്രൂശിൽ കൂടെ എന്താണ് നിറവേറാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് അങ്ങനെ നിനക്ക് സംഭവിക്കല്ലേ എന്ന് പറയും. നിനക്ക് മരിക്കാനിടയായാലും പ്രത്യേകിച്ച് ക്രൂശിൽ നിന്നുള്ളൊരു മരണം നോ വേ എന്നാ പറയുന്നത്. മനസ്സിലായ? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ABCD അറിയത്തില്ല. 3.5 വർഷമായിട്ട് കർത്താവിനോട് കൂടുള്ള ആ 12 അപ്പോസ്തലന്മാരിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിന് അന്ന് അത് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്നാണ് പുള്ളി ഇത് പഠിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി 4-5 ദിവസം കഴിഞ്ഞാൽ പുള്ളി അത് പ്രസംഗിച്ചു തുടങ്ങി എന്ന് പറയുന്നത്. അവരാരും അത് പ്രസംഗിച്ചു തുടങ്ങിയിട്ടില്ല. കർത്താവ് അത് പ്രസംഗിച്ചിട്ടില്ല. കർത്താവ് അത് പഠിപ്പിച്ചിട്ടില്ല. യഹൂദനും ജാതികളും ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. പഴയ നിയമത്തിലില്ല, 4 സുവിശേഷങ്ങളില്ല, കർത്താവിന്റെ ശുശ്രൂഷയിലില്ല, ഒരു ഭാഗത്തും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യഹൂദനും ജാതികളും ഒരു ശരീരത്തിന്റെ അവയവങ്ങളല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വൺ ബാപ്റ്റിസം, അത് സ്പിരിച്വൽ ബാപ്റ്റിസം മാത്രമാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. വൺ ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ല. ഇൻഫാക്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്യത്തിൽ തന്നെ 3 സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. മത്തായി 3:11 കാണിക്കാം. മത്തായി 3:11 വാക്യം നോക്കി, അവിടെ പറയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു. അത് വെള്ളത്തിലുള്ള സ്നാനമാണ്. എന്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധ ആത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഒരു വാക്യത്തിൽ തന്നെ 3 സ്നാനമായി ഇവിടെ. മനസ്സിലായോ? ഇവിടെ ഈ വൺ ബാപ്റ്റിസം എന്നൊന്നും പറയുന്നൊരു കോൺസെപ്റ്റേ അന്നില്ല. കർത്താവ് അത് പഠിപ്പിച്ചിട്ടില്ല. വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, ആ ഒരു സംഗതി കർത്താവ് പ്രസംഗിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നീദർ ജ്യൂ നോർ ജെന്റൈൽ, ആ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ല. യഹൂദനൊന്നുമില്ല, യവനനൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അന്നില്ല. അന്ന് അവർ പഠിപ്പിച്ചിട്ടില്ല. ജാതികൾക്ക് ദൈവമക്കളാകാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ അവർ യഹൂദ മതാനുസാരിയായിട്ട് വരുന്ന ആ റൂട്ട് വഴി വരണം, യഹൂദനായിട്ട് മാറണം. അതുപോലെ തന്നെ സ്വർഗീയ നിത്യവാസം, സ്വർഗത്തിൽ നാം നിത്യം വസിക്കുന്ന എറ്റേണൽ അബോർഡ് ഇൻ ഹെവൻ, ഇതൊന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കൃപയാൽ കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താലുള്ള നീതീകരണം കർത്താവ് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ 3.5 കൊല്ലത്തെ ശുശ്രൂഷ വേളയിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താലുള്ള നീതീകരണം റോമാലേഖനത്തിലാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയാൻ കാര്യം. ഇതൊന്നും പഴയ നിയമത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയിലോ ഇല്ലായിരുന്നു. അതൊന്നും പഠിപ്പിച്ചിരുന്നില്ല. കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷ ഒരിടത്തും കർത്താവ് പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, അന്ന് കൃപ ഉണ്ടായിരുന്നല്ലോ, കൃപയാലാണല്ലോ അത്, കർത്താവ് കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ, കൃപയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, കൃപയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാര്യം ദൈവത്തിന്റെ അടുക്കൽ ദൈവ കൃപയില്ലാതെ ഒരു മനുഷ്യനും അടുക്കാൻ പറ്റത്തില്ല. നോഹയ്ക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ടുണ്ട്, അബ്രഹാമിനും കൃപ ലഭിച്ചിട്ടുണ്ട്, മോശയ്ക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവ കൃപയില്ലാതെ ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ കൃപയെല്ലാം ദൈവത്തോട് അടുപ്പിക്കുന്ന കൃപ. ആ കൃപ ഇരിക്കുമ്പോഴും അവർക്ക് 10 കൽപ്പനകളും പ്രമാണങ്ങളും പൗരോഹിത്യവും സകല ന്യായപ്രമാണത്തിലെ നിയമങ്ങളും പാലിക്കാതെ രക്ഷയില്ല. കർത്താവ് പറഞ്ഞു കണ്ടില്ലയോ, നീ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാനാ ജീവനിൽ കിടക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പം ആ ധനവാനായ ചെറുപ്പക്കാരനോട് പറയുന്നത്, നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം, അതിലൊരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ മാറത്തില്ല. അവരുടെ രക്ഷയ്ക്ക് കൃപയുണ്ട് എന്നുള്ളത് ശരിയാ. കാര്യം ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ആ കൃപ ഇരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ കാലഘട്ടം അല്ല ഈ കൃപാ കാലഘട്ടം. ഈ കൃപാ കാലഘട്ടം, കൃപ ഈസ് എവറിത്തിങ്. കൃപയാലെങ്കിൽ പിന്നെ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ പിന്നെ കൃപയല്ല. ഈ കാലഘട്ടത്തിൽ കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം.
അന്ന് കൃപയുണ്ടോ? അന്ന് കൃപയുണ്ട്. പക്ഷെ ആ കൃപയാൽ ജനം രക്ഷിക്കപ്പെടത്തില്ല. ദൈവത്തോട് അടുക്കാനുള്ള മുഖാന്തരമാണ്. അടുത്ത് കഴിഞ്ഞിട്ട് വേണം ന്യായപ്രമാണവും അതിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കാൻ. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കൃപയാൽ രക്ഷിക്കപ്പെടുക ഈ കാലഘട്ടത്തിലെ പോലെ കൃപായുഗം, ഇതിലെ വിശ്വാസത്താൽ വിശ്വസിക്കുമ്പോൾ തന്നെ നാം ഇൻസ്റ്റന്റ്ലി രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അല്ല അത്. കർത്താവ് അത് പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലനോട് അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാൽവറി ക്രൂശിലൂടെ കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന ആ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ ഇൻസ്റ്റന്റ്ലി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനം അറിഞ്ഞ് നാം വാസ്തവമായിട്ട് അത് വിശ്വസിക്കുകയും അതിൽ ഉറക്കുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ്. ഇവിടെ കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. ഞാനൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്, എപ്പിസോഡ് 162. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ, പലരും കേട്ടിട്ടുണ്ട്. 5000 ഓവർ വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് കാൽവറിയിലൂടെ തുറന്ന രക്ഷണീയ പ്രവൃത്തിയാലാണ് രക്ഷിക്കപ്പെടുന്നത്, കാൽവറിയിലാണ് രക്ഷ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് അത് പ്രസംഗിക്കണ്ടേ? കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾ യേശു ക്രിസ്തു പ്രസംഗിച്ചത് ഫോളോ ചെയ്യുന്നു. ഞങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ വിശ്വസിക്കുന്ന ആ 4 സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങളുടെ രക്ഷാ പദ്ധതി എങ്കിൽ ക്രൂശ് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ക്രൂശിലൂടെയുള്ള രക്ഷാ പദ്ധതി കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇവിടൊക്കെ വളരെ പകൽ വെളിച്ചം പോലെ ക്ലിയർ. ആ കാലഘട്ടം യഹൂദിയ കാലഘട്ടമാണ്. അവരുടെ ഇടയിലാണ് കർത്താവ് വന്നത്. ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ ടു ദ സർക്കംസിഷൻ. കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ ആ പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അത് വളരെ വാസ്തവമാണ്. അവരുടെ ഇടയിൽ തന്നെയാണ് കർത്താവ് വന്നത്. കർത്താവിന്റെ ലോകത്തിലെ വെളിപ്പെടൽ, ആ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനനം മുതൽ മരണ അടക്ക പുനരുദ്ധാനം വരെ പോയിട്ട് പെന്തക്കോസ്ത് നാൾ വരെ, ഇനി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന നാൾ വരെ അവിടെ നടന്ന A to Z കാര്യങ്ങൾ പ്രോഫറ്റിക് പ്രോഗ്രാമും പ്രോഫറ്റിക് പദ്ധതിയുമാണ്. വാഗ്ദത്ത പദ്ധതികൾ അവിടെ നടന്നത്. അവിടെ ഒരു മിസ്റ്ററിയും റിവീൽഡ് ആയിട്ടില്ല, ഒരു മിസ്റ്ററി റെവലേഷനും അവിടെ നടന്നിട്ടില്ല. അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതിന്റെ നിവർത്തീകരണമാണ്. ആ പ്രാവചനിക പദ്ധതി അൺഫോൾഡ് ആകുക, അത് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ഇടയിൽ അത് നിറവേറുകയാണ്. അത് കർത്താവിന്റെ ലോകത്തിലെ വെളിപ്പെടൽ, അതായത് കർത്താവിന്റെ ജനനം മുതൽ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധ ആത്മാവിനെ ലോകത്തിൽ അയച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്ന്, ഹല്ലേലൂയ, ദൈവം അവരുടെ ആ അനുഗ്രഹ പദ്ധതി, അവരുടെ ആ സ്വർഗരാജ്യം എന്ന ദൈവിക പദ്ധതി ഹോൾഡ് ചെയ്യുന്നവരെ, ഇസ്രായേലിന്റെ വീഴ്ച എന്ന് പറയുന്ന ആ ഒരു സമയം വരെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്, ഹല്ലേലൂയ, അത് വാഗ്ദത്ത പദ്ധതികൾ. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ക്രിസ്തീയ സഭ ആരംഭിക്കാൻ പറ്റത്തില്ല. അവിടെ ഒന്നും ഒരു ക്രിസ്തീയ സഭയും ആരംഭിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തീയ സഭ ആരംഭിക്കാൻ പറ്റത്തില്ല, ആത്മീകമായിട്ട് പറ്റത്തില്ല. കാര്യം അവരുടെ ഉത്സവമാണ്. യഹൂദന്റെ പെന്തക്കോസ്ത് നടക്കുക. അവിടെ ഒരിടങ്ങഴി മാവ് കൊണ്ട്, 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 വലിയ അപ്പം ഉണ്ടായിക്കൊണ്ടുവന്ന് അതിനെ നീരാജനം ചെയ്യുന്നതൊക്കെ ശുശ്രൂഷയ്ക്കുണ്ട്. നമ്മളെയൊക്കെ അത് തെറ്റായിട്ട് പഠിപ്പിച്ചേക്കുന്ന 2 അപ്പം എന്ന് പറയുന്ന ഒരു യഹൂദനാണ്, ഒരപ്പം മറ്റേ അപ്പം ജാതികളാണെന്നൊക്കെ. ഓരോ അപ്പവും ജാതികളല്ല അവിടുത്തെ, അത് 2ഉം യഹൂദനാണ്. ഒന്ന് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദ ഹൗസ് ഓഫ് ജൂഡ. ഇത് 2ഉം വേർതിരിഞ്ഞേക്കുക. ഒന്ന് നോർത്തേൺ കിങ്ഡമായിട്ടും ഒന്ന് സൗത്തേൺ കിങ്ഡമായിട്ടും വേർതിരിഞ്ഞേക്കുക. അത് 2ഉം ഒന്നാകുന്ന കാര്യമാണ് പറയുന്നത്. അവർ ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ഒരു രാജാവ് അവരെ വാഴുന്ന കാര്യവും അവരുടെ ഐക്യതയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതും അവരുടെ പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ക്രിസ്തീയ സഭ ആരംഭിക്കത്തില്ല. യോവേൽ പ്രവാചകനും യെശയ്യാ പ്രവാചകനും ഒക്കെ പ്രവചിച്ചിരിക്കുന്ന അവരുടെ ഇടയിലെ വാഗ്ദത്ത നിവർത്തീകരണം അവിടെ നടക്കുക. ഇന്ന് ക്രിസന്റത്തിലെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ക്രിസ്ത്യാനിയുടെ ഇടയിലത്തെ ഒരു വലിയ കൺഫ്യൂഷനാണ് ഈ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത് എന്നാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചതെന്നുള്ളത്. പലരും പറയാറുണ്ട്, ചിലരുടെയൊക്കെ വിശ്വാസം യോഹന്നാൻ സ്നാപകൻ വന്ന് ഇത് പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ചിലരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് കർത്താവ് ജനിച്ചപ്പോഴാണ്, യേശു ക്രിസ്തുവിന്റെ ജനനം മുതലാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവിടെ മുതൽ ഞങ്ങൾ ആരംഭിക്കുന്നു, ഇവിടെ മുതൽ ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റി തുടങ്ങുന്നു എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ഭൂലോക തെറ്റാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിലൊന്നും അല്ല കർത്താവ് വന്നത്. അവൻ വന്നിരിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ, അവരുടെ പിതാക്കന്മാർ മുതൽ തല തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് മശിഹ വരുമെന്നുള്ളത്. ആ വാഗ്ദത്ത മശിഹ അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുക. അന്നൊന്നും ക്രിസ്ത്യാനിറ്റി ആരംഭിക്കാൻ വന്നാൽ അവിടെ ഒരു ക്രിസ്ത്യാനിറ്റിയും ആരംഭിച്ചിട്ടുമില്ല. പിന്നെന്താണ്, ക്രൂശിന്റെ അന്നാണോ
ക്രൂശിലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇനി അതല്ല, പുനരുദ്ധാനം നടന്ന ദിവസമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആക്ച്വൽ ഡേ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നു പെന്തക്കോസ്ത് നാളിലാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ വന്നപ്പോഴാണ് എന്ന് ആരംഭിച്ചെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും ഒരു മിസ്റ്ററി റെവലേഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ ക്ലിയറാണ്. ഇതെല്ലാം ഫുൾഫിൽമെന്റ് ഓഫ് പ്രോഫറ്റിക് പ്രോഗ്രാമാണ്. ഇവിടെ നടക്കുന്ന എല്ലാം വാഗ്ദത്ത പദ്ധതികളുടെ നിവർത്തീകരണമല്ലാതെ ഒരു മിസ്റ്ററിയും ഇവിടെ നടന്നിട്ടില്ല. 350-ലേറെ പ്രവചനങ്ങൾ ഇവിടെ നിറവേറിയിരിക്കുക. കർത്താവ് ലോകത്തിൽ അവതരിച്ചപ്പോൾ മുതൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിലെ 350-ലേറെ പ്രവചനങ്ങൾ ആ കാലഘട്ടത്തിൽ നിവർത്തിയായിരിക്കുക. ഇവിടെ പ്രവചനമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യു മസ്റ്റ് പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഇവിടെ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കാണിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ പറയാണ്, നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു എസ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത്. ഇന്ന് ആർക്കെങ്കിലും ക്രിസ്ത്യാനിക്ക് ഇത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ യഹൂദിയാനിയായിട്ട് നിൽക്കാതെ, യഹൂദനോട് പറഞ്ഞതല്ല തങ്ങളുടെ വിശ്വാസം, യഹൂദനല്ല ക്രിസ്ത്യാനി. ആകാശവും ഭൂമിയും തമ്മിൽ രാത്രിയും പകലും മാതിരി വ്യത്യാസമുള്ള രണ്ട് വിശ്വാസങ്ങളാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അത് രണ്ട് പാരലൽ വിശ്വാസങ്ങളാണ്. അതിൽ കയറി പറ്റാൻ നോക്കരുത്. അതല്ല നിങ്ങളുടെ വിശ്വാസം. യു മസ്റ്റ് പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം അവന്റെ മർമ്മത്തിന്റെ തുടങ്ങിയിരിക്കുന്നുണ്ടോ, മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച്, ഹല്ലേലൂയ, ആ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച്, അത് ഏത് മർമ്മമാ, മറഞ്ഞിരുന്ന മർമ്മം, അത് വെളിപ്പെടുന്ന വെളിപ്പാടിനനുസരിച്ച് വേണം കർത്താവിനെ പ്രസംഗിക്കാൻ. ഹിസ്റ്ററി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ജുഡായിസമാണ്, അത് വാഗ്ദത്ത പദ്ധതിയാണ്. ഹിസ്റ്ററി അല്ല ക്രിസ്ത്യാനിറ്റി, മിസ്റ്ററിയാണ്. Mystery revelation. You must preach Jesus Christ. If you are a Christian, you must preach Jesus Christ according to the revelation of the mystery. പൗലോസ് അപ്പോസ്തലൻ കൂടി ആ റെവലേഷൻ എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക. പെന്തക്കോസ്ത് നാളിൽ ഇവിടെ ഒരു മിസ്റ്ററിയും റിവീൽഡ് ആയിട്ടില്ല. യഹൂദനും ജാതിയും ഒരുപോലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായി തീരും എന്ന് കർത്താവ് ഒരു പ്രവചനവും കൊടുത്തിരുന്നില്ല. ഒരിക്കൽ പോലും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിലെ രണ്ടിടം കഴി മാവെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും യഹൂദനും അല്ല. അത് ഇനിയുമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് രണ്ടും യഹൂദൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഹൗസ് ഓഫ് ജൂദ ആൻഡ് ഹൗസ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും, അത് രണ്ടും രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുക. 10 ഗോത്രവും 2 ഗോത്രവും, 12 ഗോത്രങ്ങളാണ്. അതിൽ ഒരു രാജാവിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രവും മറ്റേ രാജാവിന്റെ നേതൃത്വത്തിൽ 2 ഗോത്രവുമായിട്ട് മാറിയിരിക്കുക. ഒന്നിന്റെ ക്യാപിറ്റൽ ജെറുസലേമും മറ്റതിന്റെ ക്യാപിറ്റൽ ശമരിയായി മാറി. ഇതിന് രണ്ടിനെയും കൂടെ ഒന്നിക്കുന്ന കാര്യമാണ് രണ്ടപ്പവും അതിനെ നീരാജനം ചെയ്യുന്നതൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ബാൽ ദേവനും അർത്തമീസ് ദേവിക്കും മണി അടിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെ ഒന്നാക്കുന്ന വിഷയമല്ല ഈ പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ത്രൂ ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററിയാണ്. ആ റെവലേഷന് പെന്തക്കോസ്ത് നാളിൽ ഒരു റെവലേഷനും ഇവിടെ ലഭിച്ചിട്ടില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ് നിലനിൽക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ആ മിസ്റ്ററി റെവലേഷന്റെ ബേസിസിലാണ്. ഇതിന്റെ ഫൗണ്ടേഷൻ, ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ മിസ്റ്ററി റെവലേഷന്റെ പുറത്താണ്. അതാണ് ക്രിസ്ത്യാനിറ്റി. അതായിരിക്കണമായിരുന്നു ക്രിസ്ത്യാനിറ്റി. പക്ഷെ അതിനകത്ത് വിഷം കലർത്തി, അതിനകത്ത് മായം കലർത്തി, അതൊരു മനുഷ്യന് തിരിച്ചറിയാത്ത രീതിയിൽ ഇന്നത്തെ കോലത്തിലാക്കി തീർത്തിരിക്കുക. അതിനെ 45,000 ഡിവിഷനായിട്ട് മാറ്റിയേക്കുക. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. ഇത് സത്യമാണ്. ഇത് മനസ്സിലാക്കാൻ തലയ്ക്ക് ബോധമുള്ളപ്പോൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിന് അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ അനേകം വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ എൽദോ ബ്രദറിന്റെ ഒക്കെ വീഡിയോയിൽ ഇത് തന്നെ ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജോർജ് കുട്ടി പാസ്റ്റർ കണ്ണൂരിൽ നിന്ന് വീഡിയോ ചെയ്യാനായിട്ട് ആരംഭിക്കണം. അദ്ദേഹത്തിന്റെ വീഡിയോ ചാനൽ, യൂട്യൂബ് ചാനൽ വരികയാണ്. ഞങ്ങളുടെ എല്ലാം പ്രസംഗത്തിന്റെ തീം ഇതാണ്, ദിസ് ഈസ് ദ ട്രൂത്ത്. അനേക വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഈ സത്യം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പെന്തക്കോസ്ത് നടക്കുമ്പോൾ മിസ്റ്ററി റെവലേഷൻ ലഭിക്കേണ്ടിയിരുന്ന ആൾ സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ക്രിസ്തീയ ഈ വിശ്വാസത്തിൽ പോലും വന്നിട്ടില്ല. അത് പൗലോസ് അപ്പോസ്തലനാണ്. അദ്ദേഹം കുതിരപ്പുറത്ത് നടന്ന ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിച്ച് വെട്ടിക്കൊല്ലുകയും ഭയങ്കരമായിട്ട് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹൗ ഡെയർ യു ആർ ടു സേ
that the church began on the Pentecost day. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒരു അല്പമെങ്കിലും ആത്മീക ഉത്തരവാദിത്വമുള്ളവർക്ക് അത് പറയാൻ കഴിയുമോ? അതെന്തുകൊണ്ടാണ്? ഏത് ദിവസമേലും ആയിപ്പോട്ട് എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റ് ഡേയിൽ ഇത്രമാത്രം പിടിക്കുന്നത് നമുക്ക് ചോദിക്കാം. അത് പിടിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കംപ്ലീറ്റ് തെറ്റുകളും ആരംഭിച്ചിരിക്കുക. അതിന്റെ തുടക്കം അവിടെ നിന്ന് ഇതിനെ കംപ്ലീറ്റ് തെറ്റിച്ചു വിട്ടിരിക്കുക. അവിടെ നടന്ന കാര്യങ്ങൾ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് മാറിയിരിക്കുക. അവിടെ ഒന്നും ഒരു അടിസ്ഥാനവും വന്നിട്ടില്ല. അത് ആദ്യത്തെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് 12 അപ്പോസ്തലന്മാർ ഇതിന്റെ അടിസ്ഥാന പിതാക്കന്മാരായിട്ട് മാറിയിരിക്കുക. അവിടെ നടന്ന കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് മാറിയിരിക്കുക. ഏറ്റവും ഭയങ്കര തെറ്റിൽ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തെറ്റിന്റെ കൂനയിലാക്കിയിരിക്കുക. You must preach Jesus Christ according to the revelation of the mystery. ആ റെവലേഷൻ ആർക്കാ കിട്ടിയത്? ആ മറഞ്ഞിരുന്ന മർമ്മം വെളിപ്പെട്ടത് ആർക്കാ? ഇതെല്ലാം പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരുന്നത്. എല്ലാം പ്രാവചനിക പദ്ധതികളാണ്. എന്നല്ല, ഞാൻ 1-2 വാക്കുകളൊന്ന് കാണിക്കാതിരിക്കാൻ തരമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഈ വിഷയം പറഞ്ഞു വന്നപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചോട്ടെ. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ പറയാ, നമ്മളെ പുതുതായിട്ട് ശ്രദ്ധിക്കുന്നവരും കാണുമല്ലോ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. പോൾ പറയുന്നത് കണ്ടോ? എനിക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലഭിച്ചതല്ല, അല്ലെങ്കിൽ പണ്ട് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതെന്നല്ല. If you have heard of the dispensation of the grace of God which is given me to your word. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ എങ്ങനെ ലഭിച്ചതാ? ആരുടെ നേലും പഠിച്ചതാണോ? ആരെങ്കിലും പറഞ്ഞതാണോ? അടുത്ത വാക്യം, how that by revelation he made known unto me. By revelation, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. കണ്ടോ? വെളിപ്പാടിനാൽ, by revelation, വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പോളിന് ലഭിച്ചത്, ഇത് വെളിപ്പാട്, ഇത് ദൈവം കൊടുത്ത. ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ ദ മിസ്റ്ററി. ഈ മിസ്റ്ററിയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഇവിടാണ് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പോൾ പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. എല്ലാവർക്കും കൂടെ ലഭിച്ചതല്ല. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടേക്കുന്നത് ഞാനാന്നാ പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു വിശ്വാസത്തിന്റെ, ഓഫ് കോഴ്സ് അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ യേശു ക്രിസ്തുവാ, തെറ്റിദ്ധരിക്കല്ല്. മൂലക്കല്ല് കർത്താവ് തന്നെയാ. പക്ഷെ ഈ വിശ്വാസത്തിന് അടിത്തറ പാകിയിരിക്കുന്നത് എനിക്ക് ലഭിച്ച റെവലേഷൻ ത്രൂ ആയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺ ടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ, ഐ ഹാവ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ. ഞാനാണ് അതിന്റെ അടിത്തറ ഇട്ടിരിക്കുന്നത്. ഐ ഹാവ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ, ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായിട്ട്. എൽദോ ബ്രദർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ ഒരു ഫസ്റ്റ് സെഷൻ കണ്ടു. അവിടെ അദ്ദേഹം വളരെ സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങളെ പറയുന്നത് കാണുവാനായിട്ടിടയായി. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 15-ാമത്തെ അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിലെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പോൾ പറയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. കർത്താവിനെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന, ദൈവസഭയെ മുടിപ്പിച്ചുകൊണ്ട് നടന്ന ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്, അതാരാ? അത് ഞാനും നിങ്ങളുമൊക്കെ, പൗലോസിന് ശേഷം വരാനിരിക്കുന്നവർ, വിശ്വസിക്കാനുള്ളവർ, ഇനി വരാനുള്ളവർ, അവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട്, അവർക്കൊരു എക്സാമ്പിളായിട്ട്, അവർക്കൊരു ദൃഷ്ടാന്തത്തിനായിട്ട് സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടത് എനിക്ക് കരുണ ലഭിച്ചു. ആരാ? എത്രാമനാ? ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. മനസ്സിലായോ? How be it for this cause I obtained mercy, that in me first Jesus Christ might shew forth all long suffering for a pattern to them which should I hereafter believe on him to life everlasting. അതായത് ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടത്. ഇതിന്റെ എല്ലാം തുടക്കക്കാരൻ കർത്താവ് ഈ മിസ്റ്ററി റിവീൽ ചെയ്തത് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഇവിടൊന്നും ഈ സമയത്തൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ. ഹല്ലേലൂയ. പെന്തക്കോസ്റ്റ് മുതൽ പന്തിരുവരുടെ ശുശ്രൂഷയിൽ കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എന്നൊരു സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. അത് സുവ്യക്തമാണ്. നിങ്ങൾ 7-ാമത്തെ അധ്യായം വരെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പഠിക്കുക.
അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 7-ാമത്തെ അധ്യായം 1 മുതൽ 7-ാമത്തെ അധ്യായം വരെ പഠിക്കും. ഇവിടെ എവിടെയാണ് കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യം അവരുടെ വിളി അതെല്ലാം വാഗ്ദത്ത പദ്ധതികൾ, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത, അതാണ് നമ്മുടെ കുറിവാക്യം. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഈ വാക്യം ഈ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ല, ഈ മിസ്റ്ററി റിവീൽഡ് ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ചില റെഫറൻസുകൾ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, 29 മുതൽ 31 വരെയുള്ള വാക്യം, 34 മുതൽ 39 വരെയുള്ള വാക്യം, 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യം, 4-ാം അധ്യായം 11-ാം വാക്യം, പിന്നെ 25 മുതൽ 28 വരെയുള്ള വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ. അതായത് ഇവിടെ കൃപയാലുള്ള രക്ഷയല്ല പ്രസംഗിക്കുന്നത്, വാഗ്ദത്ത പദ്ധതിയാണ്. അവരുടെ പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന പദ്ധതിയാണ്. ഇവിടെ റോമാലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ, റോമാലേഖനം 4-5 അധ്യായമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ രക്ഷാ പദ്ധതി. അത് ഇവരെ പഠിപ്പിച്ചിട്ടില്ല. നീതീകരണം, കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച ആ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ നീതീകരണം, ഇതാ ക്രിസ്ത്യാനിറ്റി. ഇത് മനസ്സിലാകുന്നവരെ ഉണ്ടായിരുന്ന ജുഡായിസം. അത് മനസ്സിലായി അത് പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴാണ് അങ്ങനൊരു സെക്ട് ആരംഭിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് യഹൂദനോട് ചോദിച്ചാലും അറിയാം. അവർ പറയും പോളാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് അവർക്കറിയാം. ഏതെങ്കിലും ഒരു യഹൂദനോട് ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയാൽ ചോദിച്ചു നോക്കുക. റോമാലേഖനം ഞാൻ തിരിച്ചു വരാം. റോമാലേഖനത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ 5-ാമത്തെ അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, അത് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് വാസ് ദ മിനിസ്റ്റർ ഓഫ് സർക്കംസിഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. 5-ാമത്തെ അധ്യായം അല്ല, 15-ാമത്തെ അധ്യായം, 15 അതിന്റെ 8-ാമത്തെ വാക്യം. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ. നൗ ഐ സേ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ ഓഫ് ദ സർക്കംസിഷൻ. ഇതായിരുന്നു നമ്മുടെ വ്യത്യാസം. ഇവിടെ പ്രോമിസസ് മെയ്ഡ് അണ്ടു ദ ഫാദേഴ്സ്, ഇത് കണ്ടില്ലയോ? പ്രോമിസസ് മെയ്ഡ് അണ്ടു ദ ഫാദേഴ്സ്, വാഗ്ദത്തങ്ങൾ, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. പ്രോമിസസ് മെയ്ഡ് അണ്ടു ഫാദേഴ്സ്, ഇതാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ അടുത്ത വാക്യം നോക്കി, അടുത്ത 9-ാമത്തെ വാക്യത്തിലോട്ട് കയറി കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ കറക്റ്റ് ആണ്, മലയാളത്തിൽ അത് നോക്കിയെടുക്കണം. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഫോർ ഹിസ് മേഴ്സി ആൻഡ് ദാറ്റ് ദ ജെന്റൈൽസ് ജെന്റൈൽസ് നോക്കിയ ജാതികൾ, ജെന്റൈൽസ് മൈറ്റ് ഗ്ലോറിഫൈ ഗോഡ് ഫോർ ഹിസ് മേഴ്സി. ദൈവത്തിന്റെ കൃപയാൽ ജാതികൾ ദൈവത്തിന്റെ കൃപ, ഇവിടെ ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിചയത്തിന് ശുശ്രൂഷക്കാരനായി തീർന്നെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം. മനസ്സിലായോ? 8-ാമത്തെ വാക്യത്തിൽ വായിച്ചു കണ്ടോ? പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. പിതാക്കന്മാർക്ക്, അതായത് ജാതികൾക്ക് വാഗ്ദത്തമാണ്. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ, യഹൂദന്മാരാ, അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കരുണയാണ്, ഇത് വാഗ്ദത്തമല്ല. ജാതികളോട് ഒരു പ്രോമിസും ദൈവം ചെയ്തിട്ടില്ല. ജാതികളായ നിങ്ങൾക്ക് ഇന്നത് തന്നേക്കാമെന്നുള്ള ഒരു പ്രോമിസും ജാതികളോട് ചെയ്തിട്ടില്ല. ഒരു വീണ്ടും ജനനം നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വീണ്ടും ജനനത്തിന്റെ ആവശ്യമുള്ള ആൾക്കാരല്ല നമ്മൾ. ദിസ് ഈസ് യുവർ ചാൻസ്, ഓൺലി ചാൻസ്. ആൻഡ് ഈ ചാൻസിലാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്. ഇവിടെ ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം, ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തെറ്റുകാരായിരുന്നു, നമ്മളെന്തോ ഭയങ്കര പ്രോമിസ്ഡ് ജനമായിരുന്നു, അവിടെ നമ്മൾ തെറ്റിപ്പോയി. പിന്നെ നമ്മൾ വീണ്ടും ബോൺ അഗെയിൻ, വീണ്ടും ജനനം പ്രാപിച്ചു മടങ്ങി വരുന്ന കൂട്ടരല്ല നിങ്ങൾ. അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇവിടെ ബോൺ അഗെയിൻ എന്നൊന്നും പറഞ്ഞേക്കുന്നത് നിങ്ങളോടല്ല, നിങ്ങളോടും അല്ല. നമ്മൾ ബോൺ അഗെയിൻ ആകണമെന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ട് ആദ്യം ജനിക്കണം, പിന്നെ അതിൽ നിന്ന് വീണു പോകണം. അവരെയാണ് പിന്നെ ബോൺ അഗെയിൻ ആവുന്നത്. യഹൂദൻ അങ്ങനെ ദൈവജനമാ, ദൈവത്തിന്റെ മക്കളാ, അവനെന്റെ ആദ്യ ജാതന, ദൈവജനം, ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജനമാ. യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി അവൻ അവകാശമായ ജനമാ. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അവര് വീണുപോയി, അവർ അന്യദൈവ ആരാധനയിൽ പെട്ടുപോയി. അവരൊത്തിരി ഇടത്തുനിന്നും അവരുടെ മക്കളെ അവരെ അഗ്നിപ്രവേശനം ചെയ്യുന്ന ലെവലിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരോട് മടങ്ങി വരാൻ പറയാം. അതിനെയാ വീണ്ടും ജനനം എന്ന് പറയുന്നത്, റിസ്റ്റോറേഷൻ. താങ്കൾ ഏത് കാരണത്താൽ ആ വീണ്ടും ജനനത്തിന്റെ കാര്യം പറയുന്നത് എനിക്കറിയത്തില്ല.
ഈ നമ്മുടെ നമ്മുടെ മത നേതാക്കന്മാരൊക്കെ ഈ വീണ്ടും ജനനം പഠിപ്പിക്കുന്ന എന്തിന്റെ ബേസിസിലാണെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു ജനനമേ ഉള്ളൂ, അത് പരിശുദ്ധ ആത്മാവിനാൽ ജനിക്കുന്ന. വി വിൽ ബി ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. അത് ഈ സത്യം മനസ്സിലാകുമ്പോൾ നമ്മൾ കർത്താവിൽ ജനിക്കുന്ന അന്ന് നമ്മളെ സീല് ചെയ്യുക പരിശുദ്ധ ആത്മാവിനാൽ. അതൊന്നും വീട് പോകുന്ന പദ്ധതിയും തിരിച്ച് വീണ്ടും മടങ്ങി വരുന്ന പദ്ധതിയൊന്നും അല്ല. യു ഡോണ്ട് ഹാവ് എനി ബോൺ അഗെയിൻ ദിസ് തിങ് എക്സ്പീരിയൻസ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, അത് ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവിനാൽ നമുക്കത് ബോധ്യം വന്നു കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. ഞാൻ പാപിയായിരുന്നു, എന്നെ വീണ്ടെടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകും, അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഉലകത്തിൽ ഒരു സംഗതിക്കും കഴിയത്തില്ല എന്ന് മനസ്സിലായി കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. അതിലെ വിശ്വാസത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം അവിടെ താങ്കൾ ജനിക്കുക, ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. അത് നിലനിൽക്കുക, അത് അന്ത്യം വരെ, അത് ഒടുക്കത്തെ നാൾ വരെ താങ്കളെ മുദ്രയിടുക. പഴയ നിയമകാലത്തിൽ ജാതികൾക്ക് രക്ഷയുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ കാലഘട്ടത്തിലും ജാതികൾക്ക് രക്ഷയുണ്ട്. അതൊരു മിസ്റ്ററിയേ അല്ല. അന്ന് ഒത്തിരിയും ജാതികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, പല എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ജൂയിഷ് പ്രോസലൈസേഷൻ ആണ്. ആ യഹൂദ മതാനുസാരിയായിട്ട് ജാതികൾ മാറുക. ഏക സത്യദൈവ വിശ്വാസം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ചിലർ അതിലുള്ള ഉറച്ച വിശ്വാസത്തിൽ വരുന്ന ജാതികളുണ്ട്. അതിന് ഒരു വലിയ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് ജൂവിഷ് പ്രോസലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മതാനുസാരിയായിട്ട് മാറുക. അങ്ങനെ ആ മതം അനുസാരിയായിട്ട് മാറും. അതിനോടുള്ള ബന്ധത്തിൽ ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു ചോദ്യം ലഭിച്ചായിരുന്നു. അങ്ങനെ മതാനുസാരിയായി മാറിയ ജാതികൾ ഏത് ഗോത്രത്തിലാണ് വരുന്നതെന്ന്. ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോത്രങ്ങളൊക്കെ വരുമല്ലോ, 12 ഗോത്രങ്ങൾക്കും വീതിച്ചു കൊടുക്കല്ലോ. അപ്പൊ അവർ ഏത് ഗോത്രത്തിലായിരിക്കും എന്ന് ഒരു ചോദ്യം എനിക്ക് കേട്ടതായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. ഞാൻ അന്നേരം തന്നെ അതിന് മറുപടി കൊടുത്തു. അതായത് അവർ ഈ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറുമ്പോൾ അവരൊരു ഗോത്രത്തിലോട്ടാണ് അവർ പ്രോസലൈറ്റ് ആയി കയറുന്നത്. ഏത് ഗോത്രം വേണേലും അവർക്ക് സ്വീകരിക്കാം. ആ ഗോത്രം സ്വീകരിച്ചിട്ടാണ് രൂബേനിലോ ലേവിയിലോ യൂദായിലോ ഏത് ഗോത്രത്തിലോട്ടാണോ അവർ ആ പ്രോസലൈസേഷൻ ചെയ്ത് ചേരുന്നത്, ആ ഗോത്രത്തിൽ തന്നെ ആയിരിക്കും അവർ അവസാനം വരും. അവർ നിത്യതയിലും ആ ഗോത്രത്തിന്റെ ഭാഗമായിരിക്കും. പ്രോസലൈറ്റ് ആകുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവരൊരു ഗോത്രത്തിലോട്ടാണ് പ്രോസലൈറ്റ് ആയിട്ട് ചേരുന്നത്. ആ ഗോത്രത്തിൽ തന്നെ അവർ നിലനിൽക്കും. റോമാലേഖനത്തിലേക്ക് മടങ്ങി വരും 15-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും. ഇതെല്ലാം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പീൻ എന്ന് പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. ഈശായുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വെക്കും. ഇതെല്ലാം ശരിയാ. ഇതെല്ലാം റെഫർ ചെയ്യുന്നത് മില്ലനിയം ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ്. 1000 ആണ്ടിൽ ജാതികൾ അവരോട് ചേർന്ന് ആ അനുഗ്രഹം യഹൂദനിൽ കൂടെ ആ രക്ഷ ലോകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും അവിടെ നന്മയും കരുണയും ഒഴുകുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിക്കാൻ പോകുക. ജാതികൾ ബ്ലെസ്ഡ് അനുഭവത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് അതിൽ കടന്നുകൂടിയ ജാതികൾ രക്ഷിക്കപ്പെടാൻ പോവുക. ഒരു മില്ലിനിയം ബ്ലെസ്സിങ്സിനെ കുറിച്ച്, 1000 ആണ്ട് വാഴ്ചയിലെ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. യഹൂദന്റെ പാപങ്ങൾ മോചിക്കുകയും പ്രോമിസുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് കർത്താവിന്റെ 2ാം വരവില. ആ 1000 ആണ്ട് വാഴ്ചയിൽ അവരോടൊപ്പം ജാതികൾ, കുറെ ജാതികൾ കടന്നുകൂടുവാനായിട്ട് അവർക്ക് ഭാഗ്യം ലഭിക്കും. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് റാപ്ചറിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ നിത്യവാസം ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല ഈ റെഫർ ചെയ്യുന്നത്. 13-ാം വാക്യം. എന്ന് യെശയ്യാവ് പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ വിശ്വസിക്കുന്നതിലുള്ള യെശയ്യാവ് പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ എന്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്? ഇവിടുത്തെ വിശ്വാസം പൗലോസ് അപ്പോസ്തലൻ റെഫർ ചെയ്യുന്നത് അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട് എന്നുള്ള വിശ്വാസത്തെക്കുറിച്ച്. എഫേസ്യ ലേഖനം 1:7 പറയുന്ന അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. 15-16 വാക്യങ്ങളോട് വായിക്കാൻ സഹോദരന്മാരെ, നിങ്ങൾ എങ്കിലും ജാതികൾ എന്ന വഴിപാട്, ഇത് അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വാക്യം. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇവിടെ മുതൽ തുടങ്ങാം. എന്നാൽ ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട്
പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇതൊരല്പം കൂടെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ എനിക്കധികം ഇന്ന് നമ്മുടെ സമയം തീർന്നു പോയിരിക്കുന്നതിനാൽ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്കിത് കൂടുതൽ വിശദീകരിക്കാം. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കൂടുതലായിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്കിത് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശാന്തമായിട്ട് നമ്മൾ ഈ 14-15 അധ്യായങ്ങൾ പഠിച്ചു വരികയാണ്. സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. 15-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് കർത്താവിന്റെ മിനിസ്ട്രി യഹൂദന്മാരുടെ ഇടയിലാണെന്നും പൗലോസ് അപ്പോസ്തലന്റെ മിനിസ്ട്രി ജാതികളുടെ ഇടയിലാണെന്നും തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ പോളിന്റെ അപ്പോസ്തോലിക് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി മുതൽ ചിന്തിക്കാൻ പോകുന്നതും. ഇതിന്റെ അവസാനം വരുമ്പോൾ ദ പുവർ സെയിൻസ് ഇൻ ജെറുസലേം, യെരുസലേമിലെ ദരിദ്രരായി പോയ വിശ്വാസികളെ കുറിച്ചും നമ്മൾ അല്പം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്തുകൊണ്ട് ദരിദ്രരായി പോയി? അവര് ഭയങ്കര ധനവാന്മാരായിരുന്നു, അവരുടെ ഇടയിൽ ഒരു മുട്ടുമില്ലായിരുന്ന ആൾക്കാർ, അവരെങ്ങനെ ദരിദ്രരായി പോയി? ആ വിഷയം കൂടെ ചിന്തിച്ച് നമ്മൾ 15-ാമത്തെ അധ്യായം തീർത്ത് കഴിയുമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ 16-ാമത്തെ അധ്യായം ചിന്തിച്ച് റോമാലേഖനത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഉത്സാഹത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും കർത്താവിന്റെ നാമത്തിനും മഹത്വത്തിനു വേണ്ടി അനേരെ അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.